നമ്മളുടെ പുതിയൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാത്രി ഹെൽമെറ്റും ഒക്കെ വെച്ച് അച്ചായി ഞാൻ എങ്ങോട്ടാ വണ്ടി ഓടിച്ച് പോകുന്നറിയോ? നമ്മുടെ ആശ്രമത്തേക്ക്. ഈ ലൈറ്റ് പരിപാടികളൊക്കെ കാണാനാണെന്നേ. ഇന്ന് ഏപ്രിൽ 16 വ്യാഴാഴ്ച ഞങ്ങൾ കൊല്ലംകാരുടെ അഭിമാന നിമിഷം കൊല്ലം പൂരം നമ്മുടെ ആശ്രമത്തെ ശ്രീകൃഷ്ണന്റെ 10ാം ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്നതാണ് കേട്ടോ നമ്മുടെ കൊല്ലത്തെ കൊല്ലം പൂരം. അതുപോലെ തന്നെ താമരക്കുളം ഗണപതിയും പുതിയാവിൽ അമ്മയും തമ്മിലാണ് നമ്മുടെ ഇവിടെ കൊല്ലത്ത് കുടമാറ്റം നടക്കുന്ന ആശ്രമ മൈതാനത്ത്. അതിനുവേണ്ടി ആശ്രമ മൈതാനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുക. അതിൻ്റെ ലൈറ്റ് ഷോ കാണാനാണ് ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് തലേ ദിവസമായ ഇന്നലെ പോയെടുത്താണ് ഈ ലൈറ്റ് ഷോ പരിപാടികളെല്ലാം കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്നാണ് വൈകുന്നേരം മുതൽ തുടങ്ങും നമ്മുടെ കൊല്ലം പൂരം, ഞങ്ങൾ കൊല്ലംകാരുടെ അഭിമാന നിമിഷം. അതുപോലെ എനിക്ക് ഈ കൊല്ലം പൂരത്തിൻ്റെ ഓരോ വർഷവും കൊല്ലം പൂരം വരുമ്പം എനിക്കൊരു ഓർമ്മയുണ്ട്. ഒരു കഥ ഞാൻ നിങ്ങളടുത്ത് പറയാം. പണ്ടൊരു 2011 2012, അതായത് എനിക്ക് ഏകദേശം ഒരു 12 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഞാനും അമ്മയും അമ്മയുടെ കസിൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൊല്ലം പൂരം കാണാൻ പോയി കേട്ടോ. അന്നൊരു പ്രത്യേകതയുണ്ടെന്നേ. അന്ന് കൊല്ലം പൂരത്തിന് കൃത്യമായിട്ട് മഴ പെയ്യും. ഇപ്രാവശ്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ മഴ പെയ്തപ്പോൾ ഞാനും അമ്മയും അമ്മയുടെ കസിൻസും ഒക്കെ ഒത്ത നടുക്കായിരുന്നു. ഞങ്ങൾക്ക് എങ്ങോട്ടും ഒന്നും മാറാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ നിന്ന് മഴ നനയുക എന്നൊരു ഓപ്ഷനേ ഉള്ളായിരുന്നു. അന്ന് അമ്മയാണെങ്കിൽ ഒരു പട്ടുസാരിയാണ് കൊടുത്തത്. എനിക്ക് നല്ല ഓർമ്മ. ആ പട്ടുസാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നല്ല മജന്ത കളർ പട്ടുസാരിയാണ്, പച്ച കളറും. അങ്ങനെ മഴ പെയ്തപ്പോഴത്തേക്ക് കളറ് പോകുന്ന സാരിയാണെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. അമ്മയും അറിയുന്നില്ലല്ലോ കളറ് പോയിക്കൊണ്ടിരിക്കുവാന്നൊന്നും. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് മഴയും പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മയുടെ കസിൻസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ അവളെന്തിയേ, അതായത് അമ്മ എന്തിനാണ് അവർ തിരക്കുന്നത് കേട്ടോ. ഞാനും തിരക്കുന്നത്. അയ്യോ എൻ്റെ അമ്മ എന്തിയേ. ഞങ്ങൾ ചുറ്റുപാടും കുറച്ച് റൗണ്ടല്ലേ ആശ്രമം മൈതാനത്തോട് നടന്ന് വന്നപ്പം അമ്മ അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, ഒരു എങ്ങനെ ഡേ എവിടെ പോകുന്ന മക്കളെ. ഞാൻ എന്തമ്മേ, പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ വയ്യേ. അങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ പൊന്നു കൂട്ടുകാരെ അമ്മ മജന്ത കളറിനകത്ത് മുങ്ങി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയെ നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, ഇച്ചിരി ഹൈറ്റൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. അപ്പം അമ്മയെ എന്ന് വെച്ചാൽ മജന്ത കളറിലും നമ്മൾ ചായം തേക്കുന്ന പോലെ ആയിപ്പോയി അമ്മയുടെ മുഖം മൊത്തം. അമ്മയെ കാണാൻ വയ്യ. അമ്മ ചോദിക്കുക, നിങ്ങൾ എവിടെ പോയിരുന്നു? ഞാൻ വിചാരിച്ച് നിങ്ങൾ വല്ലതും കഴിക്കാനൊക്കെ മേടിക്കാൻ പോവുകയാണെന്ന്. ശരിക്കും അമ്മ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ അമ്മയെ കാണാൻ തിരക്കാൻ പോയതാ. ഈ ഒരു സംഭവം എനിക്ക് എല്ലാ കൊല്ലം പൂരത്തിന് ഓർമ്മ വരും കേട്ടോ. അങ്ങനെ എല്ലാ ലൈറ്റ് സെറ്റും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശബരിമലയുടെ ഈ ഒരു ഇത് അവർ ചെയ്ത് വെച്ചേക്കുന്ന ലൈറ്റാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് കേട്ടോ. നമുക്ക് കൊല്ലം പൂരത്തിന് ഇപ്പം എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൃത്യമായിട്ടൊന്നും പോയി പൂരം കാണാൻ പറ്റത്തില്ല. ഞാൻ അച്ചായി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പൂരം കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ കൊല്ലം പൂരവും തീർന്ന് അവിടെ ഉള്ള എല്ലാവരും ബലൂണും മേടിച്ച് പോകും. അതാണ് അവസ്ഥ. എന്തായാലും ഒക്കുമെങ്കിൽ പോകാം. ഓക്കെ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ടാറ്റാ.